എത്രയും ബഹുമാനപ്പെട്ട അച്ഛൻ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവിൻ്റെ പൊന്നുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവവചനം പഠിക്കാൻ ഇത്രയും പേർക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അതിനായിട്ടൊക്കെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ദൈവവചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തെ ഓർത്ത് നിങ്ങളെ അഭിനന്ദിക്കുകയും കർത്താവിന് മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. നാം പഠിക്കാനായിട്ട് തുടങ്ങിയ വിഷയം എ പനോരമിക് സ്റ്റഡി ഓഫ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതി എന്താകുന്നു, അതിനെക്കുറിച്ചുള്ളതായ ഒരു പനോരമിക് സ്റ്റഡി. ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ലോകത്തിൻ്റെ മാപ്പെടുത്ത് വെച്ചാൽ അതിൽ ഇന്ത്യ എവിടെയാണ് എന്ന് പ്ലേസ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇന്ത്യ എവിടെയാണെന്നാണ് പഠിക്കുന്നത്. ഇന്ത്യയെ കീറിമുറിക്കുന്നില്ല, ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുന്നില്ല. നേരെ മറിച്ച് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ക്യാൻവാസ് നിവർത്തി വെച്ചിട്ട് അതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ബൈബിളിനെ ഒന്ന് മൊത്തമായി മനസ്സിലാക്കത്തക്ക നിലയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒന്ന് കാര്യങ്ങളെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇറ്റേണൽ ഗോഡ്, നിത്യനായിരിക്കുന്ന ദൈവം എന്നുള്ളതാണ്. അതിൽ ഭൂതകാല നിത്യതയിലെ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്ന് പറഞ്ഞാൽ സമയം ആരംഭിക്കുന്നതിന് മുമ്പ്, സ്പേസ് ആരംഭിക്കുന്നതിന് മുൻപ് ദൈവം ഉണ്ടായിരുന്നു. ആ ത്രിയേക ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ ട്രയൂൺ ഗോഡിൻ്റെ, ത്രിയേക ദൈവത്തിൻ്റെ ഒരു കൗൺസിലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ലോകസ്ഥാപനത്തിന് മുന്നമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ഒരു കമ്മിറ്റി കൂടി, ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിനകത്താണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ പ്ലാൻ ദൈവം വിരിച്ചിട്ടത്. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ദൈവം അങ്ങനെ ഒരു പ്ലാൻ നിരത്തി വെച്ചു. ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മെ തെരഞ്ഞെടുത്തു എന്ന് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലേ. അതെങ്ങനെയാ തെരഞ്ഞെടുത്തത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ പറയാണ്, ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അത് ഈ പദ്ധതിയാണ്. ഒരു വ്യക്തി തെരഞ്ഞെടുക്കപ്പെടുന്നത് ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ അറിഞ്ഞു. ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നിത്യനായിരിക്കുന്ന ദൈവത്തിനൊരു തുടക്കമില്ല, ദൈവം അനാദിയായവനാണ് എന്നൊക്കെ നമ്മൾ പഠിക്കാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ഒരു കാര്യം നിത്യനായ ദൈവം എന്നുള്ളതാണ്. ഇനി ഭാവികാല നിത്യതയെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടെയും ദൈവത്തെ നമ്മൾ കണ്ടു. ഭാവികാല നിത്യതയിൽ ദൈവം എവിടാണ്? നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇങ്ങനെയാണ്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഭാവികാല നിത്യതയിലും ദൈവമുണ്ട്. നിത്യത മുതൽ നിത്യത വരെ ഭാവികാല നിത്യതയിൽ ദൈവമുണ്ട്, ഭൂതകാല നിത്യതയിൽ ദൈവമുണ്ട്, ഭാവികാല നിത്യതയിലും ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കാനായിട്ടിടയായിരുന്നു. അപ്പോൾ നിത്യനായ ദൈവം, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ടിടയായിത്തീരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഓവർവ്യൂ തന്നിരുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൂതന്മാരോടുള്ള ബന്ധത്തിലാണ്. ഏഞ്ചൽസ്, ദൂതന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ച ഈ ഓവർവ്യൂ ഒരിക്കൽ കൂടി ഒന്ന് സൂചിപ്പിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിത്യനായ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയേഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഏഞ്ചൽസ്, സൃഷ്ടിയും ദൂതന്മാരുടെ ചരിത്രവും. അതാണ് നമ്മൾ ഇന്ന് ചെറിയ രീതിയിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ബൈബിളിലെ ഓരോ സംഭവങ്ങളെ, ലൂസിഫർ അല്ലെങ്കിൽ പിശാചിൻ്റെ ചരിത്രം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കും. പിന്നീട് മനുഷ്യൻ്റെ സൃഷ്ടി, മനുഷ്യൻ്റെ വീഴ്ച, വീണ്ടെടുപ്പ് എന്നീ കാര്യങ്ങളാണ് പിന്നീട് വരുന്നത്. അടുത്ത ക്ലാസ്സിൽ ദൈവത്തിൻ്റെ 5 ഉടമ്പടികളെക്കുറിച്ച് നമ്മൾ പഠിക്കും. 5 covenant promises of God, ദൈവത്തിൻ്റെ ഉടമ്പടികൾ എന്നുള്ളത് നമ്മൾ പഠിക്കും. വീണ്ടും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, കാരണം നിത്യത മുതൽ നിത്യത വരെയുള്ള ഈ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് ഇസ്രായേലിൻ്റെ ചരിത്രം. അപ്പോൾ ഇസ്രായേൽ അതിനകത്ത് എങ്ങനെയാണ് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത്, ഇസ്രായേലിനെ ദൈവം സൂക്ഷിച്ചത്, ഇസ്രായേലിനെ ദൈവം വീണ്ടെടുക്കുന്നത്, ഇസ്രായേലിൻ്റെ ഭാവി, ഇതിനകത്ത് വരുന്നതാണ്. ഇതെല്ലാം ഒറ്റ ക്ലാസ്സിൽ തീരില്ല കേട്ടോ. നമ്മൾ ചിലതൊക്കെ ഒന്നിലേറെ ക്ലാസ്സുകളിലൂടെയാണ് ഇത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ഇന്ന് തന്നെ ഞാൻ കുറച്ച് ചുരുക്കി പിടിച്ചേക്കുകയാണ്. എന്തായാലും നമുക്ക് ശ്രമിക്കാം.
മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ ദൗത്യം, ക്രൈസ്റ്റ് മിഷൻ, കർത്താവ് എന്താണ് ചെയ്യുന്നത്, അതാണ് പിന്നീട് നമ്മൾ കാണുന്ന അവസാനമായിട്ട് സഭ. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പനോരമിക് സ്റ്റഡി, ബൈബിളിൻ്റെ ആ വലിയ ഭൂപടം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇത് ഓരോന്നിനെ നമ്മളെടുത്ത് അതിൻ്റെ കറക്റ്റ് സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ ചുറ്റുപാട് ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയേഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഏഞ്ചൽസ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ക്രിയേഷൻ ബിഫോർ ക്രിയേഷൻ. ഞാൻ അങ്ങനെയൊരു പേരാണ് ഇതിന് കൊടുത്തത്. സൃഷ്ടിക്ക് മുൻപ് ഒരു സൃഷ്ടി, സൃഷ്ടിക്ക് മുൻപ് ഒരു സൃഷ്ടി. അതെന്താ പേര് കൊടുക്കാൻ കാര്യം? അത് ഞാൻ ആദ്യമേ അങ്ങ് പറയാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഒറ്റ വാക്യത്തിൽ ചുരുക്കി എഴുതിയിരിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ചത് എന്തൊക്കെയാണ്, അതിനെ വലിയൊരു ലിസ്റ്റിലാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ഈ കൊലോസ്യ ലേഖനം പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ലേഖനമാണ്. ഈ കൊലോസ്യ ലേഖനത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ തന്നെ നീളമുള്ള വാക്യങ്ങളാണ്. ഒരു സെൻറ്റൻസ് എവിടെ തുടങ്ങി എവിടെ തീരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര നീളമാണ്. എഫേസ്യ ലേഖനത്തിലും ഏറെക്കുറെ ആ പ്രശ്നമുണ്ട്. പക്ഷേ ഈ കൊലോസ്യ ലേഖനത്തിൽ ഈ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ രണ്ടായിട്ട് പ്രധാനമായും തിരിക്കാം. ഒന്ന്, ദൃശ്യമായിരിക്കുന്നവയുടെ സൃഷ്ടി, ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന സകലവും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നുണ്ട്, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്, ജീവജാലങ്ങളെ കാണുന്നുണ്ട്, മലകൾ, താഴ്വരകൾ, സമുദ്രം, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, മൃഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ദൃശ്യമായതാണ്. എന്നാൽ അവിടെ മറ്റൊരു സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്, അദൃശ്യമായവയെ സൃഷ്ടിച്ച ഒരു ദൈവം. ദൃശ്യമായതും അദൃശ്യമായതും എന്നിട്ട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണേ. സിംഹാസനങ്ങളാകട്ടെ, അദൃശ്യമായതിൻ്റെയും അദൃശ്യമായതിൻ്റെയും അകത്ത് വരുന്ന കാര്യങ്ങളാണ്. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ സൃഷ്ടിയെ രണ്ടായിട്ട് തിരിച്ചാൽ, ഒന്ന് ദൃശ്യമായവയുടെ സൃഷ്ടിപ്പ്, രണ്ട് അദൃശ്യമായവയുടെ സൃഷ്ടി. ദൃശ്യമായതെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയുന്നത്? ഇൻവിസിബിൾ, അതാണ്. ഞാൻ അവിടെ സ്ലൈഡിൽ എഴുതിയൊരു ചെറിയ തെറ്റുണ്ട്, ബ്രാക്കറ്റ് എഴുതിയപ്പോൾ തിരിഞ്ഞുപോയി. വിസിബിൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ആയിട്ടുള്ളത്, ഇന്ന് നമ്മുടെ കൺമുമ്പിലുള്ളത്. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ ആത്മീയമായത്, അതാണ്. ഞാൻ അത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, എൻ്റെ ശ്രദ്ധ വന്നത്, തിരിഞ്ഞു പോയിട്ടുണ്ട്. വിസിബിൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ, ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ. ഓക്കെ, അപ്പോൾ ദൃശ്യമായത് ഒരു സൃഷ്ടി, അദൃശ്യമായത് ഒരു സൃഷ്ടി. ഇനി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നത് ഇതിലേത് സൃഷ്ടിയാ? ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ പറയുന്ന സൃഷ്ടിപ്പ് ദൃശ്യമായതിൻ്റെ സൃഷ്ടിയാണ്. വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയത്. അങ്ങനാണെങ്കിൽ അദൃശ്യമായതിനെ കുറിച്ച് എവിടെ രേഖപ്പെടുത്തിയത്? അതാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വളരെ മനോഹരമായൊരു പരിചിതമായൊരു വാക്യമാണ് ഈ ഇയ്യോബിൻ്റെ പുസ്തകം, ജോബ് 38, ഇയ്യോബിൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായം. അവിടെ നമുക്കറിയാമല്ലോ, ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ഇയ്യോബും ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരും ഒക്കെ ഉണ്ട്. ദൈവം വന്നിട്ട് ഒക്കെ ഇതിനെ അടിച്ചിരുത്തുക, അല്ലേ? ഇവരെ അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തിയൊക്കെ ഇങ്ങനെ ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനം വരെ പോയി. അവസാനം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയ്യോബിനോട്, ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോടൊക്കെ ദൈവം ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ പറഞ്ഞു വന്ന ഒരു കാര്യമാണ്,
ഞാൻ അതിനിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ദൈവം ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. ഏതാ ഇതൊന്നും ഇവന്മാരോട് പറയണ്ട. പക്ഷെ ഈ നമ്മൾ പറയുമല്ലോ, ചോദിച്ച കൂട്ടത്തിലങ്ങ് ചോദിച്ച കാര്യമാണ്. നമ്മൾ അറിയേണ്ടാവുന്ന ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷെ എന്താണ്, ദൈവം ഇതല്ല പ്രധാന വിഷയം. പക്ഷെ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു സൂചന നമുക്ക് ഇട്ടു തന്നു. എന്താ സൂചന? ദൈവം ചോദിക്കുകയാണ്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. അതിൻ്റെ അളവ് നിയമിച്ചവൻ ആരാണ്? നീ അറിയുന്നുവോ? അല്ല. അതിന് അളവ് നൂൽ പിടിച്ചവൻ ആരാണ്? എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണല്ലേ, അളവ് നൂലൊക്കെ പിടിച്ച് ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. എന്നിട്ട് 6-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിൻ്റെ മൂലക്കല്ലിട്ടവൻ ആർ? ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ ആ കൂട്ടത്തിലൊരു കാര്യം ചോദിച്ചു. 6-ാമത്തെ വാക്യത്തിൽ പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ അടിസ്ഥാനം ഏതിന്മേലുറപ്പിച്ചു? അഥവാ ഭൂമിക്ക് ദൈവം അടിസ്ഥാനമിട്ടപ്പോൾ സന്തോഷിച്ചാർത്ത ഒരു കൂട്ടരുണ്ട്. അതാരാണ്? ദൈവപുത്രന്മാർ. 6-ാം വാക്യത്തിൽ പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അറിയാമോ? ബൈബിളിൽ ദൈവപുത്രന്മാർ എന്ന പദപ്രയോഗത്തിൻ്റെ പ്രൈമറി മീനിങ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ഒരുപാട് വാക്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് വാക്യങ്ങളുണ്ട്. എന്നോർത്ത് ദൈവപുത്രന്മാരെന്ന് കാണുന്നിടത്ത് എല്ലാം ദൂതന്മാരെന്ന് വായിക്കരുത്. അതിലും വലിയ അബദ്ധമായി പോകും. ചില സ്ഥലങ്ങളിൽ മാത്രം, ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമുക്കറിയാമല്ലോ, ഉൽപ്പത്തി 6-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരെന്ന് വായിക്കുന്നുണ്ട് അല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതേ പ്രയോഗം കാണാൻ കഴിയും, ദൈവത്തിൻ്റെ പുത്രന്മാർ. ഞാൻ അതിന് ചില വാക്കുകൾ പിന്നീട് കാണിക്കാം. അപ്പോൾ ഇവിടെ ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെ കുറിച്ചാണ്. അപ്പോൾ ദൂതന്മാരെപ്പോഴാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഭൂമിക്ക് ദൈവം അടിസ്ഥാനമിടുന്നതിന് മുന്നമേ ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ദൃശ്യമായതിൻ്റെ സൃഷ്ടി ഉൽപ്പത്തി 1-ാം അധ്യായത്തിലാണെങ്കിൽ അദൃശ്യമായതിൻ്റെ സൃഷ്ടി അതിനു മുന്നമേ കഴിഞ്ഞു. ഇത്രയും ക്ലിയർ ആണല്ലോ? വളരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സൃഷ്ടിക്ക് മുൻപൊരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 1-ാം അധ്യായത്തിന് മുൻപേ ഒരു സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. അങ്ങനാണെങ്കിൽ ഈ ദൂതന്മാരുടെ സൃഷ്ടിയെക്കുറിച്ച് ചില വാക്യങ്ങളൊന്ന് പഠിക്കണം. ദൂതന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ദൂതന്മാർ, നമുക്ക് ഈ ദൂതന്മാരെന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു നെറ്റ് ചുളിയും. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുറച്ച് കാലമായിട്ട് വാട്സാപ്പിലൊക്കെ ഓരോ വീഡിയോ വരും. എന്താണ് ഇങ്ങനെ മേഘത്തിൻ്റെ രൂപത്തിൽ ദൂതനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോയൊക്കെ വരും. അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ പലതും ഈ ഫേക്ക് വീഡിയോ ആണല്ലോ. അപ്പം നമുക്കിത് മൊത്തത്തിൽ അങ്ങ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് വിശ്വസിക്കണം. കാരണം എന്നാണെന്നറിയാമോ? ബൈബിളിൽ 34 പുസ്തകങ്ങളിൽ ദൂതന്മാരെ കുറിച്ച് വ്യക്തമായ പഠിപ്പിക്കലുണ്ട്. 66 പുസ്തകമുള്ള ബൈബിളിനകത്ത് ദൂതന്മാരെ കുറിച്ച് 34 പുസ്തകങ്ങളിൽ പറഞ്ഞു പോവുക. അപ്പോൾ അത് ഒട്ടും പ്രാധാന്യമില്ലാത്ത കാര്യമാണോ? അല്ല, അതിന് വളരെ പ്രാധാന്യമുണ്ട്. ബൈബിളിൽ ദൂതന്മാരെ കുറിച്ച് എത്ര റെഫറൻസ് ഉണ്ട്? പഴയ നിയമത്തിൽ 108 റെഫറൻസും പുതിയ നിയമത്തിൽ 165 പ്രാവശ്യവും. നമ്മുടെ മനസ്സിൽ പൊതുവെയുള്ള ധാരണ പഴയ നിയമത്തിൽ കൂടുതലും പുതിയ നിയമത്തിൽ കുറവെന്നല്ലേ? ആണോ അല്ലയോ? ദൂതന്മാരെ കുറിച്ച് എവിടെ ആയിരിക്കും കൂടുതൽ പറയാൻ സാധ്യത? നമ്മൾ വിചാരിക്കുക പഴയ നിയമത്തിലായിരിക്കും. പക്ഷെ ബൈബിളിൽ എണ്ണി നോക്കിയപ്പോൾ മനസ്സിലാകുന്നത് പുതിയ നിയമത്തിൽ 165 ടൈംസ് റെഫർ ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ 108 പ്രാവശ്യമേ ഉള്ളൂ.
അപ്പോൾ ദൂതന്മാരെന്ന് പറയുന്നത് ബൈബിളിൻ്റെ ശക്തമായ ഒരു പഠിപ്പിക്കലാണ്. ഇനി ആരാണ് ദൂതന്മാരെ സൃഷ്ടിച്ചത്? നമുക്ക് ആദ്യം വായിച്ച വാക്യത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലേ? ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. അതിന് ചില വാക്യങ്ങൾ 148 സങ്കീർത്തനം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, സാംസ് 148 വേഴ്സസ് 2 to 5. അവിടെ ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവന്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പീൻ. എന്നിട്ട് സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ, സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ. അപ്പൊ ഈ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലാകും. ആരാണ് ദൂതന്മാരെ സൃഷ്ടിച്ചത്? ദൈവമാണ്. എങ്ങനെയാ സൃഷ്ടിച്ചത്? മണ്ണ് കുഴച്ചാണോ? അല്ല, അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൂതന്മാരുടെ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്താലാണ്. അപ്പോൾ ഉൽപ്പത്തിക്ക് മുമ്പേ സൃഷ്ടിച്ചു, ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ സൃഷ്ടിച്ചു. ദൈവം കൽപ്പിച്ചിട്ടാണ് അവ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാകും. മറ്റൊരു വാക്യം കൂടെ നെഹമ്യ പറയുന്നതാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ 6-ാം വാക്യം, നെഹമ്യ 9:6. നീ മാത്രം യഹോവയാകുന്നു, നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. എല്ലാത്തിനെയും ദൈവമാണ് ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ് ആകാശത്തെ സ്വർഗാദി സ്വർഗത്തെ, എന്നിട്ട് പറയുകയാണ് അവയിലുള്ള സകല സൈന്യത്തെ. ദൂതന്മാരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് നമ്മളിവിടെ കാണുന്നത്, ദൈവത്തിൻ്റെ സൈന്യം, ആർമി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു സൈന്യമായിട്ട് ദൂതന്മാരെ കാണുകയാണ്. അപ്പോൾ അവയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് കൃത്യമായി ദൈവവചനം പഠിപ്പിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ചില ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണ ഒന്ന് തിരുത്തി വെച്ച് അങ്ങ് പോകാം. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ധാരണ ഇല്ലെന്ന് എനിക്കറിയാം, കാരണം നിങ്ങളൊക്കെ ദൈവവചനം കുറച്ച് പഠിക്കുന്ന ആൾക്കാരാണല്ലോ. ചില ആളുകളുടെ വിചാരം, മുത്തശ്ശി കഥയിലെങ്കിലും ചിലർ വിചാരിക്കുന്നത്, ഈ ദൂതന്മാരെന്ന് പറഞ്ഞാൽ മരിച്ചുപോയ വിശുദ്ധന്മാരാണെന്നൊരു പൊട്ട ബുദ്ധിയിൽ ആരോ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയോ അത് വിചാരിച്ചു വയ്ക്കുന്നുണ്ട് ശരിയാണെന്ന്. മരിച്ചു പോയവരാണ് പിന്നീട് ആരായി മാറുന്നത്? ദൂതന്മാരായി മാറുന്നതെന്ന് ആരോ ഇങ്ങനെ പഠിപ്പിച്ചു വരുന്നു. പക്ഷെ ബൈബിൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അങ്ങനല്ലെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. ബൈബിളിൽ നിന്ന് തന്നെ അതങ്ങ് പറഞ്ഞു പോകാം. എബ്രായ ലേഖനം ഹീബ്രൂസ് 12:22 and 23. നാം അടുത്തു വന്നിരിക്കുന്നത് എവിടെയാണ് എന്നാണ് പറയുന്നത്. എവിടാ? ഒരു വലിയ ലിസ്റ്റൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ ലിസ്റ്റ് മുഴുവൻ വിശദീകരിക്കുന്നില്ല. ജിബി എന്നോട് പറഞ്ഞു, എബ്രായ ലേഖനത്തിൽ നിന്നുള്ള വാക്യം വായിക്കുമ്പോഴായി മനസ്സിലാകാൻ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. കാരണം എബ്രായ ലേഖനം ഇച്ചിരി പഠിക്കാൻ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട ഒരു പുസ്തകമാണ്. എന്തായാലും എബ്രായ ലേഖനത്തിലൊരു വാക്യമാണ്. അവിടെ നാം അടുത്തു വന്നിരിക്കുന്നത് എവിടെയാണെന്ന് പറയുന്ന കൂട്ടത്തിൽ ദൂതന്മാരെയും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ എന്നും രണ്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നാം ആരുടെ അടുക്കലാണ് വന്നിരിക്കുന്നത്? അവിടെ ഒരു വലിയ ലിസ്റ്റ് പറയുകയാണ്. സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകമായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും. അപ്പോൾ ദൂതന്മാരുടെ ഒരു സംഘത്തിൻ്റെ അടുത്തേക്കാണ് പുത്തൻ യെരുശലേമിൽ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് ചെല്ലുമ്പോൾ നാം അടുത്ത് ചെല്ലുന്നത്. ഈ വാക്യത്തിന് ഒത്തിരി വ്യാഖ്യാനമുള്ളതാണ്, ഞാൻ അതിലേക്ക് ഇപ്പോൾ തൊടുന്നില്ല. പൊള്ളുന്നൊരു വാക്യമാണ്. ഇതിലൊത്തിരി വ്യാഖ്യാനമുണ്ട്. കൈ പൊള്ളുന്നൊരു വാക്യമാണ്, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലേ. അപ്പോൾ ദൂതന്മാരുടെ സർവസംഘത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് 23-ാമത്തെ വാക്യത്തിൽ, ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും, അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത് ചെല്ലുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതോട് ചേർത്ത് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, ദൂതന്മാരും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്?
സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. അപ്പൊ ഈ നിത്യതയിൽ ഇത് ദൂതന്മാരായിട്ട് മാറുവാണോ? അല്ല, രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് എത്ര കൃത്യമായിട്ട് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്താ ആളുകൾ തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവവചനവും അതിൻ്റെ ശക്തിയും അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പോൾ ദൈവവചനത്തെ അറിഞ്ഞാൽ ഇങ്ങനെയുള്ള അബദ്ധധാരണകളൊന്നും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. ഇനി അപ്പോൾ വേറൊരു വാക്യം കൂടെ, ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ വരുന്നൊരു വാക്യം ഒന്ന് സൂചിപ്പിച്ച് ഞാൻ ആ ഭാഗം വിടാം. മത്തായി 22:30, മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 30. അവിടെ പറയുന്നത് എന്നാണെന്നറിയാമോ? ഈ വാക്യത്തെ പലരും തെറ്റിദ്ധരിക്കും. യേശുവിൻ്റെ അടുത്ത് വന്ന് ഒരു ചോദ്യം ചോദിച്ചതാണ്. ഒരു സ്ത്രീ 7 പേരെ വിവാഹം കഴിച്ചു, പുനരുദ്ധാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? എന്തൊരു കൗതുകമുള്ള ചോദ്യം അല്ലേ? ഇത് പറഞ്ഞിട്ട് വേണം, പക്ഷെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് നമുക്കറിയാം. അപ്പം ഇങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ കർത്താവ് അതിന് മറുപടി കൊടുത്തപ്പോൾ കർത്താവ് പറയുകയാണ്, പുനരുദ്ധാനത്തിൽ അവർ ആരാ? ഈ ഒരു സ്ത്രീയും 7 പുരുഷന്മാരുടെ കഥയാണല്ലോ പറയുന്നത്. അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലാകുന്നു. ഈ വാക്യം വായിച്ചേച്ച് ചിലർ പറഞ്ഞു കളയും, കണ്ടോ പുനരുദ്ധാനത്തിൽ നമ്മൾ ആരായി? ദൂതന്മാരായി. പക്ഷെ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ദൂതന്മാരാകുമെന്നാണോ ദൂതന്മാരെ പോലാകുമെന്നാണോ പറഞ്ഞത്? ഇത് രണ്ടും രണ്ടാ. കാരണം എന്നാ? ഇവിടെ കർത്താവ് പറയാൻ ശ്രമിച്ചത് പുനരുദ്ധാനത്തിൽ അവർക്ക് വിവാഹം കഴിക്കുന്നില്ല. കാരണം ആ ചോദ്യം അതല്ലേ, വിവാഹത്തെക്കുറിച്ചാണ് ചോദ്യം. ഇതിൽ ആരുടെ ഭാര്യയായിരിക്കും എന്നാണ് അറിയാനുള്ള ആകാംക്ഷ. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് കർത്താവ് കൊടുത്തത്, പുനരുദ്ധാനത്തിൽ ആരും ദൂതനാകുകയല്ല, ദൂതന്മാരെ പോലെ വിവാഹബന്ധമില്ല. പുനരുദ്ധാനത്തിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ അച്ചായം വന്നെന്നും പറഞ്ഞ് അല്ലേ, നമ്മൾ അങ്ങനെയൊക്കെയാണ് ഈ ഭാവനെ കണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ ബൈബിൾ പറയുകയാണ് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകുന്നു. ഇത് ദൂതന്മാരുടെ ഒരു പ്രത്യേകതയാണ്. എന്താണ് ദൂതന്മാരുടെ പ്രത്യേകത? നേച്ചർ ആൻഡ് നമ്പർ ഓഫ് ഏഞ്ചൽസ്. ദൂതന്മാരുടെ സവിശേഷതകൾ നമ്മൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. എത്ര ദൂതന്മാരുണ്ട്? എത്ര ശിഷ്യന്മാരുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, യേശുവിന് അല്ലേ 12 ശിഷ്യന്മാരെന്ന് പറയും. എത്ര ദൂതന്മാരുണ്ടെന്ന് ചോദിച്ചാൽ അത് നമുക്ക് അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ നമുക്ക് കൃത്യമായൊരെണ്ണം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദൂതന്മാരുടെ എണ്ണം ഫിക്സ്ഡ് ആണ്. ദൈവത്തിന് എത്ര ദൂതന്മാരുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ, പക്ഷെ ഒരു നമ്പറുണ്ട്. അത് കൂടുകയില്ല, അത് കുറയുകയില്ല. ലോകത്ത് ഇന്ന് എത്ര മനുഷ്യരുണ്ട്? ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്ര? നമ്മൾ പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് ഒരു കുഞ്ഞോടെ ജനിച്ച് നമ്പർ കൂടിയിട്ടുണ്ടാവും. മനുഷ്യൻ്റെ പോപ്പുലേഷൻ അങ്ങനെ. പക്ഷെ ദൂതന്മാരുടെ പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വാക്യം കാണിച്ചത്. പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകുന്നു. There is no reproduction of angels. There is no sexuality for angels. അവർ മരിക്കുന്നുമില്ല, പുതിയതായിട്ട് ജനിക്കുന്നുമില്ല. ദൂതന്മാർ പ്രായമായി മരിക്കുമോ? മിഖായേലിനൊക്കെ അങ്ങ് പ്രായമായി അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. കാരണം അവർ നമ്മെ പോലെയുള്ളവരല്ല, അവരാത്മജീവികളാണ് എന്നുള്ളതാണ്. അതിന് ചില വാക്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ആശയം നമ്മൾ കാണുന്നതാണ്. മത്തായി 22:30 നമ്മൾ വായിച്ചത്, അവർ വിവാഹം കഴിക്കുന്നില്ല, സെക്ഷുവാലിറ്റി ഇല്ല. മർക്കോസ് 12:25, ലൂക്കോസ് 20:35-36 വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ദൂതന്മാർക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയാണ്. അവർ എണ്ണത്തിൽ വർദ്ധിക്കുന്നുമില്ല, എണ്ണത്തിൽ കുറയുന്നുമില്ല. ഇനി പക്ഷെ അവരുടെ എണ്ണം വലുതാണ്, വലിയ നമ്പറാണ്. എത്ര വലിയ നമ്പറാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ആദ്യം വായിച്ച വാക്യമാണ് എബ്രായർ 12:22. അവിടെ ദൂതന്മാരുടെ സർവസംഘത്തിനും എന്നൊരു പ്രയോഗമാണ്. ദൂതന്മാരുടെ സർവസംഘത്തിനും. അപ്പോൾ ദൂതന്മാരെന്ന് പറഞ്ഞാൽ സംഘങ്ങളുണ്ടെന്ന് മനസ്സിലായല്ലേ? ദൂതന്മാരുടെ ഒരു സംഘം എന്നാണോ പറഞ്ഞേ?
അല്ല, ദൂതന്മാരുടെ സർവ്വസംഘം എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ ഗ്രൂപ്പുകളായി, സംഘങ്ങളായി ദൂതന്മാരുണ്ട് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനിയും ദൂതന്മാര് ചില വാക്യങ്ങളൂടെ പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. 68-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യത്തിൽ ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000-ഉം കോടി കോടിയുമാകുന്നു. ദൈവത്തിന്റെ രഥങ്ങൾ അല്ലെങ്കിൽ ദൂതന്മാരെ ഉദ്ദേശിച്ചാണ് ആ പറയുന്നത്. 1000-1000-ഉം കോടി കോടിയുമാകുന്നു. അതെങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്? എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു വലിയ ഗ്രൂപ്പാണ് എന്ന് മനസ്സിലാക്കാം. ദാനിയേൽ 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും പറയുന്നു 1000-1000, 10,000-10,000. അങ്ങനൊരു അല്ലേ, നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ഇട്ടിരിക്കുന്നത്. എത്ര പേരുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. എന്നാൽ അത് പല ഗ്രൂപ്പുകളുണ്ട്. നോക്കിയേ, യേശു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. യേശുവിനെ വിചാരണ ചെയ്തപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എത്ര ദൂതന്മാരുണ്ട്? എത്ര ഗ്രൂപ്പാ? 12 ലഗ്യോനിലെ വേണമെങ്കിൽ എനിക്ക് ഇപ്പം കിട്ടുമെന്ന്. ഞാനതിനെ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, അതൊരു വ്യാഖ്യാനമൊന്നുമല്ല. യേശുവിനെ ശുശ്രൂഷിക്കാൻ മാത്രം 12 ലഗ്യോൻ ദൂതന്മാരുണ്ടായിരുന്നു. 12 പേരല്ല, 12 ലഗ്യോൻ, 12 സംഘം. അങ്ങനെ അതിൽ കൂടുതൽ കിട്ടുമെന്ന് കർത്താവ് അവിടെ പറഞ്ഞത്. കൃത്യ എണ്ണമൊന്നുമല്ല, അതിനെ ആരും ഉപദേശമായിട്ടൊന്നും എടുത്തേക്കരുത്. പക്ഷെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അവിടെ. അപ്പോൾ സംഘങ്ങളായി ദൂതന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരു ചോദ്യം, ദൂതന്മാര് ദൈവത്തെ പോലാണോ? ചില ആൾക്കാർ ദൂതന്മാരെന്ന് പറയുമ്പോഴേ വണങ്ങി നമസ്കരിക്കും. ദൂതന്മാരെ നേരിട്ട് കണ്ട ചില ആൾക്കാർ ബൈബിളിൽ തന്നെ വീട് വണങ്ങി നമസ്കരിച്ചിട്ടുണ്ട്. ദൈവം അപ്പൊ തന്നെ ദൂതൻ പറയാണ്, നോ 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 നോ, എന്നെ നമസ്കരിക്കരുത്. ദൈവത്തെ പോലെയുള്ളവരല്ല ദൂതന്മാർ. They are not omnipotent, they are not omnipresent, and they are not omniscient. അവർ സർവശക്തരല്ല, അവർ സർവവ്യാപികളല്ല, അവർ സർവജ്ഞാനികളുമല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The angels are not omnipotent, സർവശക്തരല്ല. They are not omnipresent, സർവവ്യാപികളല്ല. സർവവ്യാപിയായിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൂതന്മാർ പ്രാർത്ഥന കേൾക്കുമോ? നമ്മുടെ അടുത്തുള്ളൊരു ദൂതന് കേൾക്കാം, പക്ഷേ കുറച്ച് ദൂരെയുള്ള ദൂതന് കേൾക്കാൻ പറ്റില്ല. കാരണം അവർ ഓംനി പ്രസന്റ് അല്ല. ഒരു വാക്യം നോക്കിയേ, ദാനിയേൽ 9:23. ദാനിയേൽ ദൈവസ്ഥനിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ നിന്ന് മറുപടി ആയിട്ട് പോരുക. 23-ാം വാക്യത്തിൽ പറയുകയാണ്, നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുവിരിക്കുന്നു. ദൂതൻ എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ദൂതന്മാരെ കുറിച്ച് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സ്വർഗത്തിലേക്ക് ഒരു ഗോവണി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഈ സർവവ്യാപിയാണെങ്കിൽ കയറുക ഇറങ്ങുകയും ചെയ്യണോ? വേണോ? വേണ്ട. ഇവിടെ ഉള്ളപ്പോൾ തന്നെ അവിടെയും ഉണ്ട്, അവിടെ ഉള്ളപ്പോൾ തന്നെ ഇവിടെയും ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് പോകേണ്ട വരുന്നത്? നമ്മൾ അമേരിക്കയിൽ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ അമേരിക്കയിൽ പോകേണ്ട വരുന്നത്. സർവ്വവ്യാപിയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? സർവ്വവ്യാപിയാണെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അമേരിക്കയിലും ഉണ്ടല്ലോ. അപ്പൊ ദൂതന്മാർ സർവവ്യാപികളല്ല, ദൂതന്മാർ സർവജ്ഞാനികളുമല്ല. യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, രണ്ടാമത്തെ വരവിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ കർത്താവ് പറയുകയാണ്, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും കൂടെ അറിയുന്നില്ല. പുത്രനും കൂടെ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പുത്രൻ അറിയാത്തത് അവൻ സ്വയം തിരഞ്ഞെടുത്ത ലിമിറ്റേഷനാണ്. ജഡാവതാരത്തിൽ
തിരഞ്ഞെടുത്ത ഒരു ലിമിറ്റേഷൻ. പക്ഷെ ദൂതന്മാർ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. പക്ഷെ അവര് ദൈവം സൃഷ്ടിച്ചപ്പോഴേ സർവജ്ഞാനികളല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സർവജ്ഞാനികളുമല്ല. മറ്റൊരു കാര്യമാണ്, സർവശക്തരുമല്ല. ഈ ദൂതൻ ദാനിയേലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വേറൊരാൾ പുള്ളിനെ എതിർക്കുക. സർവശക്തനാണെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ മതി, സാധനം അങ്ങ് തീർന്നു. പക്ഷെ സർവശക്തനല്ല, അങ്ങനെ മല്ലടിക്കുകയാണ്. 21 ദിവസം പോരടിക്കുന്നതായിട്ട് ഡാനിയേൽ 10:13 നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ദൂതന്മാർ എങ്ങനെയുള്ളവരാണ് എന്ന് ഒരു ചെറിയ പിക്ചർ നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കാണും എന്ന് വിചാരിക്കുകയാണ്. കിട്ടിയോ? അതോ പറഞ്ഞ എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ? ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ദൂതന്മാർ എങ്ങനെയുള്ളവരാണ്, അവരുടെ ഒരു നേച്ചർ, അവർ സെക്ഷുവാലിറ്റി ഇല്ല, ലൈംഗികതയില്ല, വിവാഹമില്ല, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അല്ലേ? ഒരു ദൂതന് വേറൊരു കുഞ്ഞു ദൂതൻ ഉണ്ടാകുന്നില്ല. കുഞ്ഞു മാലാഹ എന്നൊക്കെ ആൾക്കാർ കഥ പറയുമല്ലോ, കുഞ്ഞു മാലാഹ, അങ്ങനെ ഒരു സാധനം ഇല്ല. അത് അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞു പോയത്. ഓക്കെ, അവരുടെ എണ്ണവും തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല, പക്ഷെ ഒരു വലിയ സംഖ്യയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ദൂതന്മാരുടെ 4 കാറ്റഗറീസിനെ കുറിച്ചാണ്. കാറ്റഗറീസ് ഓഫ് ഏഞ്ചൽസ്, 4 സംഘങ്ങൾ. ഇത് പ്രത്യേകം പേരെടുത്ത് മെൻഷൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് പേരെടുത്ത് പറയാൻ കാരണം അവരുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്, അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാറ്റഗറൈസേഷനാണ്. കാറ്റഗറി ബേസ്ഡ് ഓൺ ദെയർ ജോബ് പ്രൊഫൈൽ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? അവർ ചെയ്യുന്ന ജോബ് പ്രൊഫൈലിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? അവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. 1, കെരൂബുകൾ. കെരൂബുകൾക്ക് എന്താണ് ജോലി? കെരൂബുകളെ കുറിച്ച് നമ്മൾ ആദ്യമായി, അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ ദൂതന്മാരെ കുറിച്ചുള്ള ആദ്യത്തെ റെഫറൻസ് എന്ന് പറയുന്നത് ഉൽപ്പത്തി 3:24 വാക്യത്തിലാണ്. അവിടെ എന്താ പറയുന്നത്? ആദമിനെ ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഇവർ തിരിച്ചു വന്ന് ഈ പഴം പറിച്ച് തിന്നാതിരിക്കാൻ ദൈവം എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി, കാവൽക്കാരായിട്ട് നിർത്തി. അപ്പോൾ കെരൂബുകൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഉത്തരവാദിത്വത്തോടെ പറയുകയാണ്, അവർ ഗാർഡുകളാണ്, സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കാവൽക്കാരായിട്ട് നിൽക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ടും. കെരൂബുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ വാക്യമുണ്ട് ബൈബിളിൽ അല്ലേ, കെരൂബുകൾ. ഇനി മറ്റൊരു വാക്യം കൂടെ, യെരുശലേം ദൈവാലയത്തിൽ സമാഗമന കൂടാരം ഉണ്ടാക്കിയപ്പോൾ, യെരുശലേം ദൈവാലയം ഒക്കെ പണിതപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളെ ഉണ്ടാക്കി വെക്കാൻ ദൈവം പറഞ്ഞു. പുറപ്പാട് 25:22 വാക്യം, എക്സോഡസ് 25:22. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി കെരൂബുകളെ പണിത് വെച്ചിരിക്കുകയാണ്. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്ന് സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും നിങ്ങളോട് അരുളി ചെയ്യും. അപ്പൊ ദൈവം സംസാരിക്കുന്ന എവിടെ നിന്നോണ്ടാ? കെരൂബുകളുടെ നടുവിൽ. ഇന്നോ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും, കഞ്ഞിക്കുഴിയിലാണേലും വാഴൂരാണേലും ഇല്ലിവളവിലാണേലും മാങ്ങാനത്താണേലും, കെരൂബിൻ്റെ രൂപമൊന്നും വേണ്ട, നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ മുഴങ്കാലും അടക്കുമ്പോൾ അവിടെ ഇറങ്ങി വരുന്നൊരു ദൈവിക സാന്നിധ്യമാണ് ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതെങ്കിൽ, പഴയ നിയമത്തിൽ കെരൂബുകൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ബിംബങ്ങളായിട്ടും കെരൂബുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കെരൂബുകളാണ്. കെരൂബുകളെ കുറിച്ച് ഒത്തിരി വാക്യമുണ്ട് കേട്ടോ, ഞാൻ എല്ലാം കൂടെ എടുത്ത് കമത്തുന്നില്ല, നിങ്ങളെ ആകെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയാണ് കെരൂബുകൾ. രണ്ടാമത്തെ കാറ്റഗറി സെറാഫുകൾ.
സെറാഫീം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. സെറാഫീം ബഹുവചനമാണ്. സെറാഫീം എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം നമുക്കെല്ലാവർക്കും അറിയാം. യെശയ്യാവ് ഒരു ദർശനം കാണുകയാണ്. സാറാഫുകൾ ളെയാണ് ദർശനത്തിൽ കാണുന്നത്. ദൈവത്തെയാണ് ദർശനത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം മന്ദിരത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ സാറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. 2-3 വാക്യങ്ങൾ. ഓരോരുത്തരും 6 ചിറകുണ്ട്. അപ്പോൾ സാറാഫുകൾക്ക് എത്ര ചിറകുണ്ട്? 6 ചിറകുണ്ട്. ഇതൊക്കെ എത്ര പ്രസംഗം കേട്ടേക്കുന്നത് അല്ലേ? സാറാഫുകൾക്ക് 6 ചിറകുണ്ട്. അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. സറാഫുകളെ കുറിച്ച് ബൈബിൾ പറയുന്നത് ദേ ആർ ക്രിയേറ്റഡ് ഫോർ വർഷിപ്പ്. ആരാധിക്കുന്നവരായിട്ടാണ് സാറാഫുകളെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അത് വേറെ ഈ ആരാധനയിലെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞാനൊന്ന് കൂടെ പറഞ്ഞു പോവാം. നമ്മളൊക്കെ ഈ ആരാധന എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുന്നത്? ചിലരൊക്കെ വിചാരിക്കുന്നത് 2 പാട്ട് പാടുന്നതാണ് ആരാധന, കൈയടിക്കുന്നതാണ് ആരാധന, അല്ലെങ്കിൽ ഹല്ലേലൂയ പറയുന്നതാണ് ആരാധന, പിന്നെ എന്തൊക്കെയാണ്, ഡ്രം അടിച്ച് പൊട്ടിക്കുന്നതാണ് ആരാധന. ഇതൊന്നുമല്ല ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ അക്നോളജിങ് ദ ഹോളിനെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഏറ്റുപറയുന്നതാണ് യഥാർത്ഥ ആരാധന. നിങ്ങൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലായിക്കോട്ടെ, വെളിപ്പാട് പുസ്തകത്തിൽ ആരാധനയുണ്ട്. 4-5 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ ആരാധനയുണ്ട്. അവിടെയൊക്കെ അവരെങ്ങനെ ആരാധിക്കുന്നത്? പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇത് അട്ടഹസിച്ച് പറഞ്ഞാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തെ അവൻ ആരാണെന്ന് ഏറ്റുപറയുന്നതാണ് യഥാർത്ഥ ആരാധന. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 3 വാക്കുകളുണ്ട്: സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക, ആരാധിക്കുക. താങ്ക്സ് ഗിവിങ്, പ്രൈസിങ്, വർഷിപ്പ്. ഈ 3 തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്കങ്ങനെ വ്യത്യാസമൊന്നുമില്ല അല്ലേ? നമുക്കിതെല്ലാം നമ്മൾ ഒരുപോലെ. ഞാനത് 3 ഈ സാഹചര്യവശാലൊന്ന് പറയാം കേട്ടോ. ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ചിലപ്പോഴൊക്കെ ഈ സിലബസിന് പുറത്തുള്ളതായിരിക്കും നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടാൻ സാധ്യത. അതുകൊണ്ട് ഞാൻ ആ കൂടെ അങ്ങ് പറയാം. ഈ സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്നോളജിങ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. ദൈവം എനിക്ക് നല്ലവനാണ് എന്ന് ഏറ്റുപറയുന്നതാണ് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ദൈവമേ, നീ എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കാലം നല്ലവനായിരുന്നു, അതുകൊണ്ട് സ്തോത്രം. അതാണ് താങ്ക്സ് ഗിവിങ്, സ്തോത്രം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസിങ് ഗോഡ്, അക്നോളജിങ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്. ദൈവം എത്ര ഉന്നതനാണെന്ന് ഓർത്ത് ദൈവത്തെ ഏറ്റുപറയുന്നതാണ് സ്തുതിക്കുക. ഉന്നതനും ഉയർന്നവനും അല്ലേ? ചില ആൾക്കാർ പ്രാർത്ഥന തുടങ്ങുന്നു മിക്കാറ് ഈ വാചകത്തിലാണ് അല്ലേ? നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, ഉന്നതൻ അത്യുന്നതൻ ഉന്നതൻ നീ. ഞാൻ ഈ പിച്ചിൽ നിന്ന് പാടിക്കഴിഞ്ഞാൽ വേറെ രീതിയിലായിപ്പോ, അതാ ഞാൻ പാടാൻ ശ്രമിക്കാത്ത. ഉന്നതൻ നീ അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ അപ്പോൾ അവിടെ ദൈവം ഉന്നതനാണെന്ന് പറയുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവം നല്ലവനാണെന്ന് ഏറ്റു പറയുന്നു. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഉന്നതനാണെന്ന് ഏറ്റു പറയുന്നു. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പരിശുദ്ധനാണെന്ന് ഏറ്റു പറയുന്നു. അക്നോളജിങ് ദ ഹോളിനെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഏറ്റു പറയണം. അതുകൊണ്ടാണ് ബൈബിളിൽ ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം 3 പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ അത് ഇത് മാത്രമേ ഉള്ളൂ. ദൈവം സ്നേഹമാകുന്നു 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 എന്ന് ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല, ആരും ഏറ്റു പറഞ്ഞിട്ടില്ല. ദൈവം സ്നേഹമാണ്, അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 3 പ്രാവശ്യം അത് പരിശുദ്ധൻ എന്നുള്ള വാക്ക് മാത്രമേ അത് ആരാധനയുടെ ഏറ്റവും മനോഹരമായ എക്സ്പ്രഷനാണ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ഞായറാഴ്ച മുതൽ ആരാധിക്കുമ്പോൾ 3 പ്രാവശ്യം എഴുന്നേറ്റ് എന്ന് വെച്ച് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതുകൊണ്ടായി ലിറ്ററേച്ചറിൽ നമ്മൾ വായിക്കുന്നില്ലേ, ദൈവമേ നീ
പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ ആ പരിശുദ്ധൻ 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 എന്ന് ഏറ്റു പറയുന്നതിൻ്റെ കാരണം എന്താണ്? അതാണ് യഥാർത്ഥത്തിൽ ആരാധനയിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ സാറാഫുകൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തെ ആരാധിക്കുകയാണ്. മൂന്നാമത്തെ കാറ്റഗറി ആരാണ്? മീഖായേൽ. മീഖായേൽ ഒരു വ്യക്തിയാണോ, ഒരു ദൂതനാണോ, അതോ ഒരു കൂട്ടം ദൂതന്മാരാണോ? അതൊരു ചോദ്യമാണല്ലേ. ബൈബിളിൽ ഈ ദൂതന്മാരെ എപ്പോഴും സംഘങ്ങളായിട്ടാണ് പറയുന്നത്, എപ്പോഴും. അതുകൊണ്ടാണ് ദൂതന്മാരുടെ സർവ്വസംഘം നമ്മൾ ആദ്യം വായിച്ചത് എബ്രായ ലേഖനം 12. അപ്പോൾ സംഘങ്ങളായിട്ടാണ് പറയുന്നത്. പക്ഷേ മീഖായേലിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു പ്രയോഗം പ്രധാന ദൂതൻ എന്ന് സിംഗുലറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരാളാണ് മിഖായേൽ. വെളിപ്പാട് 12-ാം അധ്യായം, റെവലേഷൻസ് 12:7. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, അവൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താൻ. ഇവിടെ മീഖായേലിൻ്റെ പറഞ്ഞ കൂട്ടത്തിൽ അടുത്ത വാക്കുകൾ എന്താ? അവൻ്റെ ദൂതന്മാരും. മീഖായേലിനെ പ്രധാന ദൂതനായിട്ടും, പക്ഷെ അവനും ഒരു സംഘം, അവൻ്റെ കൂടെ എന്തുണ്ട്? ഒരു സംഘം ദൂതന്മാരുണ്ട്. അപ്പോൾ അത് ഒരു കൂട്ടം ദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ആ കൂട്ടത്തിലെ പ്രധാന ദൂതനാണ് ആര്? മീഖായേൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ മീഖായേലിനെ കുറിച്ച് ഒരുപാട് റെഫറൻസ് ബൈബിളിലുണ്ടല്ലേ. മീഖായേൽ ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. പ്രധാന ദൂതൻ എന്നിവിടെ മീഖായേലിനെ കുറിച്ച് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ അനേകം റെഫറൻസുകൾ മീഖായേലിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാലാമത്തെ സംഘം, ഇത് നമ്മൾ പരിചിതമാണ്. ഒരുപക്ഷെ മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്ന ഒരേ ഒരു ദൂതൻ്റെ പേരാണ് ഗബ്രിയേൽ. പല ആളുകളും ഗബ്രിയേൽ എന്നുള്ള ഒരു പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ, ഗബ്രിയേൽ. ദാനിയേൽ 8:16, ഗബ്രിയേലേ ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക. ദാനിയേലിന് ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ ദൈവം പറയുന്നതായിട്ട് കേൾക്കുന്നൊരു ശബ്ദമാണ്. ആരോടാ പറഞ്ഞത്? ഗബ്രിയേൽ. ഗബ്രിയേൽ ആസ് മെസ്സഞ്ചേഴ്സ്, ദൂതുവാഹികളാണ്, സന്ദേശം അറിയിക്കാൻ കടപ്പെട്ടവരാണ്. അവരാണ് ഗബ്രിയേൽ എന്ന പ്രയോഗം. ഒത്തിരി വാക്യങ്ങൾ ദാനിയേൽ 9:21 ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്കറിയാം അല്ലേ. ഗബ്രിയേൽ വന്ന് എലിസബത്തിനോട് പറയുന്നുണ്ട്, ഗബ്രിയേൽ വന്ന് മറിയയോട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിട്ട് നമുക്ക് ഈ ദൂതന്മാരെ, ഈ 4 കാറ്റഗറിയെ കാണുവാനായിട്ട് കഴിയും. ഇത്രയേ ഉള്ളോ? ഞാൻ പറയും അറിഞ്ഞുകൂടാ. എൻ്റെ ഏറ്റവും വലിയ അറിവിൽ എൻ്റെ ഉത്തരം അതാണ്, അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ അറിവിൻ്റെ പരമാവധിയിൽ എത്തിയേച്ച് ഞാൻ പറയുകയാണ്. എനിക്കിത്രേ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഇതിൽ കൂടുതൽ പേര് 66 പുസ്തകങ്ങളുള്ള ബൈബിളിൽ നിന്ന് ഇതിൽ കൂടുതൽ ദൂതന്മാരുടെ കാറ്റഗറിയെ തിരിക്കാൻ നമുക്ക് എളുപ്പമല്ല. വേറെ ഉണ്ട്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവർ ചെയ്യുന്ന ജോലിയോടുള്ള ബന്ധത്തിലാണ് ഈ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചത്. ഇനി ദൂതന്മാരുടെ ശുശ്രൂഷകൾ. നമ്മുടെ സമയം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂതന്മാരുടെ ശുശ്രൂഷകൾ ഓവർലോഡായോ? ഒരുപാട് വാക്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. മനസ്സിലാകുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. കുഴപ്പമില്ലല്ലോ. ഓക്കെ. മിനിസ്ട്രി ഓഫ് ഏഞ്ചൽസ്, ദൂതന്മാരുടെ ശുശ്രൂഷകൾ. ദൂതന്മാർക്ക് വല്ല പണിയുണ്ടോ? അതാണ് നമുക്കറിയാം, ദൂതന്മാർക്ക് പണിയുണ്ട്. ദൂതന്മാരെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കി. 103-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞയെ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവിടെ ദൂതന്മാരെ പ്രസന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാമോ? വചനത്തിൻ്റെ ശബ്ദം കേട്ട്
അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് പൊതുവായി പറഞ്ഞാൽ ദൂതന്മാരുടെ ശുശ്രൂഷ. ദൂതന്മാരെങ്ങനെ അനുസരിക്കുന്നേ? നമ്മളനുസരിക്കുന്ന പോലാണോ? ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എത്ര സമയം കഴിഞ്ഞായിരിക്കും അനുസരിക്കുന്നത്? കർത്താവ് ഞങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചത് 2010 ഞങ്ങൾ ആ തീരുമാനം എടുത്തത് 2014. വെറും 3.5 വർഷത്തെ ഡിലേ. ദൂതന്മാരെങ്ങനെ ആയിരിക്കും എന്നറിയാമോ? 3.5 സെക്കൻഡിൻ്റെ ഡിലേ ഇല്ലാതെ അവരനുസരിക്കും. ദൂതന്മാരെ നിയമിച്ചാക്കിയതേ അവരാ പരിചയപ്പെടുത്തുന്നത് തന്നെയാണ്. വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന. ഡിലേഡ് ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ്. വൈകിയുള്ള അനുസരണമെന്ന് പറഞ്ഞാൽ അത് അനുസരണക്കേടാണ്. ദൂതന്മാരങ്ങനാണോ അനുസരിക്കുന്നത്? ദൂതന്മാർ ഉടനടി അനുസരിക്കുന്നവരാണ്. അവരെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ദൈവത്തെ അനുസരിക്കുക. മറ്റൊരു വാക്യം എബ്രായ ലേഖനം 1:7. എബ്രായർ 1:7 പറയുകയാണ്, ഹിബ്രൂസ് 1:7, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. ദൈവം ഒരു കാറ്റടിപ്പിക്കുമ്പോൾ അതോ നമുക്കൊരു കാറ്റായിട്ടാണ് തോന്നുന്നത്, അല്ലേ? പക്ഷെ അവിടെ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, അവൻ കാറ്റുകളെ ആരാക്കുകയാണ്? തൻ്റെ ദൂതന്മാരാക്കുകയാണ്. അതിലൂടെയും ദൈവം ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. എബ്രായ ലേഖനം 1:14 പറയുന്നത് എന്താണ്? ഇത് നമുക്കെല്ലാം കാണാതെ അറിയാവുന്ന വാക്യമായിരിക്കും, അല്ലേ? അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ദൂതന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ ശുശ്രൂഷിക്കുക. നമ്മൾ ബൈക്കിൽ ഇങ്ങനെ പോവുക, ബൈക്ക് ഒന്ന് പാളിയപ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നറിയാവോ? ശുശ്രൂഷിച്ചു. പക്ഷെ ചില ആൾക്കാർ ഈ വാക്യത്തെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നറിയാവോ? എനിക്ക് ദൈവം കുറച്ച് വേലക്കാരെ തന്നിട്ടുണ്ട്, അതാണ് ദൂതന്മാർ. അട്ടർ ഫൂളിഷ്നെസ് കേട്ടോ. ഇത് മനസ്സിലാകാൻ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്, എന്നെ ഒരാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പോലീസുകാരപ്പം നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി 2 പോലീസുകാരെ നമ്മുടെ വീടിൻ്റെ പടിക്ക് ഡ്യൂട്ടിക്കിടും. അപ്പോൾ നമ്മളെ ശുശ്രൂഷിക്കാനാണ് ഈ 2 പേരെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്നിട്ടോ ആ കടയിൽ പോയി ഒരു വൈകിട്ട് പാലിങ് മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ പോലീസുകാർ കേൾക്കൂ? നമ്മളെ ശുശ്രൂഷിക്കാനാണ് ഇട്ടത്, പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ ശുശ്രൂഷിക്കാൻ ഇട്ടതല്ല. അവരോട് കൽപ്പിക്കാൻ അധികാരമുള്ളത് ആരാ? അവരുടെ ഒരു സുപ്പീരിയർ ഓഫീസറുണ്ട്. നമ്മളെ ശുശ്രൂഷിക്കാൻ ദൂതന്മാർ വന്നത് നമ്മൾ കൽപ്പിച്ചിട്ടല്ല, പിന്നെ ആര് പറഞ്ഞിട്ടാണെന്നറിയാമോ? അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന. ചില ആൾക്കാർ ദൂതന്മാരോട് പറയും, എൻ്റെ വീടിന് ചുറ്റും കാവൽ നിന്നോണം, എൻ്റെ വാഴയ്ക്ക് കാവൽ നിന്നോണം, എൻ്റെ പശുവിന് കാവൽ നിന്നോണം. ഇറ്റ്സ് നോൺ ബിബ്ലിക്കൽ. നോൺ ബിബ്ലിക്കൽ എന്നല്ല, ബൈബിളിന് എതിരാണ്. നമുക്ക് ദൂതന്മാരോട് കൽപ്പിക്കാൻ അധികാരമൊന്നുമില്ല. അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരായുള്ളവരെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ദൈവം അയച്ചതാണ് ദൂതന്മാരെ. അതുകൊണ്ട് നമുക്ക് ദൂതന്മാരോട് കൽപ്പിക്കാൻ അധികാരമില്ല. ഞാനൊരിക്കൽ ഒരു പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോൾ പ്രസംഗിക്കുന്ന ആള് ദൂതന്മാരോട് കൽപ്പിക്കുകയാണ്. എനിക്ക് ചിരി വന്നു. ദൂതന്മാരോട് പറയുകയാണ്, ഈ കൺവെൻഷൻ നടക്കുന്ന കോമ്പൗണ്ടിന് ചുറ്റും നിങ്ങൾ കാവൽ നിൽക്കണം, നിങ്ങൾ മഴ ഇതിനകത്ത് കയറാൻ അനുവദിക്കരുത്, ശത്രുവിൻ്റെ ദൃഷ്ടി ഇതിൻ്റെ മേൽ പതിയാനുണ്ട്. ഇതൊക്കെ ദൈവം പറഞ്ഞാൽ ദൂതൻ ചെയ്യും, നമ്മൾ പറഞ്ഞാൽ ചെയ്യാൻ ദൂതന് കടപ്പാടില്ല. ഇത് വളരെ പ്രധാനമായ ഒരു പഠിപ്പിക്കലാണ്. അതുകൊണ്ട് ഇത് നമ്മൾ തെറ്റിപ്പോകുന്ന മേഖലകളിൽ കൂടെ ഞാനതങ്ങ് കൂടെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ദൂതന്മാർ എന്ത് ചെയ്യേണ്ടവരാണ്? അവര് ശുശ്രൂഷിക്കുന്നവരാണ്.
എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ആ ശുശ്രൂഷിക്കുന്നതിൽ 3 ഉദാഹരണം നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങ് പറയുക കേട്ടോ. നമ്മുടെ ഒരു സന്തോഷത്തിന് ഒന്ന്, ശുശ്രൂഷയുടെ 3 ഉദാഹരണം. ഒന്ന്, നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്താൻ ദൈവം ദൂതന്മാരെ ഉപയോഗിക്കുന്നു. യേശു 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ സാത്താൻ, പിശാച് യേശുവിനെ പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, പിശാച് യേശുവിനെ വിട്ടുപോയി. അപ്പോൾ ആരാ ശുശ്രൂഷിച്ചെന്നറിയാമോ? ദൂതന്മാരടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിരാശപ്പെട്ട് മടുത്ത് സുവിശേഷ വേലയ്ക്കൊക്കെ ഇറങ്ങിയതാണ്, പക്ഷെ ചില സമയത്ത് നിരാശയൊക്കെ വന്നിട്ടുണ്ട്. നിരാശപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തീകരിക്കും. നമ്മൾ കണ്ടില്ല ദൂതന്മാർ വന്ന് നമ്മളെ ധൈര്യപ്പെടുത്തിയതോ, നമ്മൾ കണ്ടില്ല. പക്ഷെ ഇത് ദൈവം എങ്ങനെയാ ചെയ്തത്? തൻ്റെ ദൂതന്മാരെ കൊണ്ട് നമ്മെ ശുശ്രൂഷിക്കുകയാണ്. ലൂക്കോസ് 22:42-43 വാക്യങ്ങളിൽ യേശു ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ വലിയ അതിവേദനപ്പെട്ടു നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഈ അതിവേദനപ്പെട്ട യേശു അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് പോവുകയാണ്. കിദ്രോൻ തോട് കടന്നങ്ങ് പോവുകയാണ്. എങ്ങനെ അവൻ ശക്തീകരിക്കപ്പെട്ടത്? അവിടെ എഴുതിയിരിക്കുകയാണ് 43 വാക്യത്തിൽ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ക്ഷീണിച്ചിരിക്കുമ്പോൾ, തകർന്നിരിക്കുമ്പോൾ, വിഷമിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനെ കൊണ്ട് അവൻ തൻ്റെ പുത്രനായ യേശുവിനെ ശക്തിപ്പെടുത്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം അത് ചെയ്യുവാനായിട്ടിടയായിത്തീരും. മറ്റൊന്നാണ് ദൈവത്തിൻ്റെ ദൂതന്മാരെ കൊണ്ട് സംരക്ഷിക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 34-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. എത്ര കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മിഷണറിമാരുടെ ചുറ്റും ദൂതന്മാർ കാവൽ നിന്ന കഥ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പുസ്തകം വായിച്ചു, ചൈനയിലെ രക്തസാക്ഷികളെ കുറിച്ചുള്ള പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്തൊരു സംഭവം എഴുതിയിട്ടുണ്ട്. ഈ ചൈനയിൽ ക്രിസ്ത്യാനികളെ കൊന്നുകളയുന്ന ഒരു സമയമാണ്. 1900-ൽ ബോക്സർ കലാപത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ ബോക്സർ കലാപം നടക്കുമ്പോൾ ഈ വിശ്വാസികളെല്ലാം ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തുള്ള ആളുകളെല്ലാം കൂടെ ഒരു സ്കൂളും പള്ളിയും കൂടെ ഒരുമിച്ചുള്ളൊരു കോമ്പൗണ്ടിനകത്ത് കയറി. അവർ ആ കോമ്പൗണ്ട് അടച്ചു. അപ്പോൾ വലിയ കോമ്പൗണ്ട് വാള, വലിയ ഉയരമുള്ള മതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരതിനകത്ത് കയറി. അപ്പോൾ ഈ കലാപകാരികൾ ഇതിന് ചുറ്റും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കലാപകാരികൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇതിനകത്തേക്ക് കയറാൻ എളുപ്പമല്ല, വലിയ ഉയരമുള്ള മതിലാണ്. അപ്പോൾ ഇവർ ഈ അകത്തേക്ക് അമ്പ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അമ്പ ചെയ്യുമ്പോൾ അതിനകത്ത് തീപ്പന്തമായിട്ടാണ് അമ്പ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അമ്പിൻ്റെ അറ്റത്ത് തീ കൊളുത്തിയിട്ട് അമ്പ ചെയ്യുകയാണ്. ഇവർ അമ്പ ചെയ്തു. കുറേ നാൾ കഴിഞ്ഞിട്ടാട്ടോ ഈ കഥ പുറത്തു വരുന്നത്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ബോക്സർ കലാപകാരികളിൽ ഒരുത്തൻ, ഈ കലാപമൊക്കെ ശമിച്ചതിന് ശേഷം ഇവരിൽ ഒരുത്തനോട് ചോദിക്കുക, നിങ്ങളന്ന് ആ സ്കൂളിനകത്ത് പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറി വാതിലടച്ചപ്പോഴേ ഞങ്ങൾ തീയമ്പ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആരായിരുന്നു ആ മതിലിൻ്റെ മുകളിൽ നിന്നതെന്ന് പറഞ്ഞു. ആരുമില്ല. അപ്പോൾ ഇവർ പറയുക, ഞങ്ങൾ തീയമ്പ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മതിലിന് മുകളിൽ ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വലിയ കൂട്ടം ആളുകൾ വരിയായിട്ട് നിന്ന് ഞങ്ങളുടെ തീയമ്പുകളെ തടയുന്നതാണ് ഞങ്ങൾ കണ്ടത്. അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും യഹോവയുടെ ദൂതൻ പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നമ്മളറിയുന്നേ ഇല്ല. പക്ഷെ ദൈവം നമുക്ക് ചുറ്റും പാളയമിറങ്ങി നമ്മെ വിടുവിക്കുകയാണ്. യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. എന്ത് വേലിയാ? മുള്ളുവേലിയാണോ? നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ മുള്ളുവേലിയാ. ആ വേലിയുടെ ധൈര്യത്തിലാണ് പലരും ജീവിക്കുന്നതും. പക്ഷെ ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ട് യോബിൻ്റെ ശരീരത്തിന് ചുറ്റും കാവൽ നിർത്തി, തൻ്റെ കുടുംബത്തിന് ചുറ്റും കാവൽ നിർത്തി, തൻ്റെ മക്കൾക്ക് ചുറ്റും കാവൽ നിർത്തി, അവൻ്റെ സമ്പാദ്യത്തിന് ചുറ്റും കാവൽ നിർത്തി, മൾട്ടി ലെയർ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ്.
91 സങ്കീർത്തനം 11-12 വാക്യങ്ങളിൽ, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അപ്പം നമ്മുടെ കാലൊരു കല്ലിൽ തട്ടണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഈ ദൂതന്മാരിലൂടെ ദൈവം അനുവദിച്ചാലേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ദൂതനോട് പറയും, ഒന്ന് കാല് തട്ടാൻ അനുവദിച്ചേരെ എന്ന് പറഞ്ഞെങ്കിലേ നമ്മുടെ കാലൊരു കല്ലിൽ തട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം അവൻ അറിഞ്ഞിട്ടാണ്. ഞാൻ അവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം, പനിയായാലും ജലദോഷമായാലും ക്യാൻസർ ആയാലും സാമ്പത്തിക നഷ്ടമായാലും അല്ലെങ്കിൽ ഏത് വേദനയായിക്കോട്ടെ, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ കാവൽ മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി എക്സിക്യൂട്ട് ചെയ്യുന്നത് ദൂതന്മാരാണ്. പ്രാർത്ഥനയുടെ മറുപടി ദാനിയേൽ പ്രാർത്ഥിച്ചു. ദാനിയേൽ 9:23, 10:12 അവിടെ വായിക്കുന്നത് എന്നാണെന്നറിയോ? ദൂതന്മാർ ദാനിയേൽ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് അവർ വരിക. അത് കേവലം ഒരു സന്ദേശമായിട്ട് മാത്രമല്ല, ആ സന്ദേശത്തെ എക്സിക്യൂട്ട് ചെയ്യുന്നതും അവരാണ്. എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞാൻ ബൈക്കിൽ ഇന്ന സ്ഥലം വരെ പോകുന്നു, എന്നെ സഹായിക്കണേ. ദൈവം എന്ത് ചെയ്യും? തൻ്റെ ദൂതനെ കൊണ്ടൊരു മറുപടി അയക്കുകയാണ്. മറുപടി അയക്കുമ്പോൾ പുള്ളി അയക്കാം എന്ന് പറഞ്ഞൊരു പറഞ്ഞേച്ചങ്ങ് തിരിച്ചു പോവുകയല്ല. ദൂതൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ആ യാത്രയിൽ നമുക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ മറുപടിയെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ആര് സഹായിക്കാനില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അപ്രതീക്ഷിതമായി ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ നമ്മെ സഹായിക്കുന്നുണ്ടോ? അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു ദൂതനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനിയുള്ളത് ഇച്ചിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്തതായിരിക്കാം. സ്കൂളിലൊക്കെ ആണെങ്കിൽ ക്ലാസ് എടുത്ത് ഒന്ന് മടുത്ത് കഴിയുമ്പോൾ ഒരു ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ ഒക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സുകൊണ്ട് അതങ്ങ് ചെയ്തേക്കണം കേട്ടോ. മനസ്സുകൊണ്ട് അതങ്ങ് ചെയ്തേക്കണം. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗണും ഒക്കെ ചെയ്തേക്കണം. ഓക്കെ. അപ്പോൾ ദൂതന്മാരുടെ ശുശ്രൂഷ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഓർക്കാത്തൊരു കാര്യവുമാണ്. ഒരു സഭയുടെ നടത്തിപ്പിൽ അല്ലെങ്കിൽ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിന് സാക്ഷി നിൽക്കുന്ന ദൂതന്മാരുണ്ട്. ടു ബി വിറ്റ്നസസ് ടു ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ചർച്ച്. സഭയിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ സാക്ഷിയായിട്ട് ദൂതന്മാരുണ്ട്. 2 വാക്യങ്ങളാണ് അതോടുള്ള ബന്ധത്തിൽ. പൗലോസ് തിമോത്തിയോസിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറയുകയാണ്, നീ പക്ഷമായും ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും, അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ, ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, പൗലോസ് ചില കാര്യങ്ങൾ തിമോത്തിയോസിനോട് പറഞ്ഞപ്പോൾ പൗലോസ് ചില പ്രബോധനങ്ങൾ കൊടുക്കുകയാണ് തിമോത്തിയോസിന്. ആ പ്രബോധനത്തിന് ആരാ സാക്ഷി? ഒരു ലിസ്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, ദൈവത്തെയും യേശുക്രിസ്തുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. അപ്പോൾ സഭയിൽ നിന്ന് ഒരാളും ഇങ്ങനെ പ്രസംഗിക്കുക, ശക്തമായ പ്രസംഗം പറഞ്ഞു, നമ്മൾ കേട്ടിട്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഇതൊക്കെ എത്ര കേട്ടേ കൊടുക്കും. നമ്മൾ വീട്ടിൽ പോയി അനുസരിച്ചുമില്ല. നിത്യതയിൽ ചെന്നപ്പോൾ നമ്മളെ ഇതിൻ്റെ പേരിൽ അക്കൗണ്ടബിൾ ആവുമല്ലോ, നമ്മൾ കണക്ക് കൊടുക്കണമല്ലോ. കണക്ക് കൊടുക്കാൻ, അയ്യോ ഇങ്ങനൊരു കാര്യം എനിക്ക് അറിയാൻ മേലായിരുന്നു. ഉടനെ ദൂതനെഴുതി, മിണ്ടിപ്പോവരുത്, ഇത് പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടോണ്ട് നിന്നതാ. പൗലോസ് പ്രസംഗിച്ചപ്പോൾ
തിമോത്തിയോസ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. തിമോത്തിയോസിന് ഇവരെ മിണ്ടാൻ പറ്റില്ല. കാര്യം എന്നാ? സാക്ഷി അവിടെ നിൽക്കുക. മറ്റൊരു വാക്യം 1 കൊരിന്ത്യർ 11:10 സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ മൂടുപടം ഇടുന്നതിനെ കുറിച്ചുള്ള വാക്യമാണ്. അവിടെ പറയുകയാണ്, ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. ഈ തലയിൽ തുണിയിടുന്നത് എന്തിനു വേണ്ടിയാ? സബ്മിഷനെ കാണിക്കാനാ, കീഴടങ്ങിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. അപ്പോൾ ഈ അധീനതയുടെ അടയാളമായിട്ടാണ് തലയിൽ തുണിയിടാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ പറയുകയാണ് ദൂതന്മാർ നിമിത്തം. ഈ വാക്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? 100 കണക്കിന് വ്യാഖ്യാനമുണ്ട് കേട്ടോ. ഇതിൻ്റെ വ്യാഖ്യാനമൊക്കെ വായിച്ചിട്ട് ചിരി വന്നു, ചില വ്യാഖ്യാനമൊക്കെ വായിച്ചിട്ട്. അപ്പം ഈ തലയിൽ തുണി ഇടണ്ട എന്നുള്ളവർ ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും? നമ്മളെന്തായാലും ആ വ്യാഖ്യാനം എടുക്കുന്നില്ല. കാരണം ഇത് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്. സ്ത്രീകളോട് പ്രാർത്ഥിക്കാൻ നേരത്ത് തലയിൽ തുണി ഇടണമെന്ന് ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ തലയിൽ തുണിയിടാൻ ഇഷ്ടമില്ലാത്തവർ മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്ത് നല്ല ഭംഗിയാക്കി ഷാമ്പു ഒക്കെ ചെയ്ത് ഇട്ടേച്ച് വന്നേച്ച് തലയിൽ തുണിയിടണമെന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അവരെങ്ങനെ വ്യാഖ്യാനിക്കും ഇതിനെ? അതെ, ഇതല്ല ഉദ്ദേശിച്ചത്. അത് ഉദ്ദേശിച്ചത് വേറെ എന്തോ ആണ്, വേറെ ഒന്നുമല്ല കേട്ടോ, വേറെ ഒന്നുമല്ല. ദൂതന്മാര് സഭയിൽ പ്രസന്റാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ പ്രാർത്ഥന എന്ന ധൂപകലശവുമായി ദൂതന്മാര് ദൈവസന്നിധിയിലേക്ക് പോകാൻ വന്ന് നിൽക്കുക. അപ്പം നമ്മൾ വചനത്തിൻ്റെ പ്രമാണം ഒന്നും നോക്കാതെ ഞങ്ങളിങ്ങനെയൊക്കെയാ. ദൂതന്മാർ എന്തു ചെയ്യാണ്? സാക്ഷികളായിട്ട് അവിടെ നിൽക്കുകയാണ്. ദൈവവചനത്തിൻ്റെ പ്രമാണം അനുസരിച്ചാണോ സഭയിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതിന് ദൂതന്മാർ കാവലായിട്ടുണ്ട്, സാക്ഷികളായിട്ടുണ്ട്. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ദൂതന്മാർ നിമിത്തം. ഇതിന് ചില വ്യാഖ്യാനങ്ങൾ ഞാൻ പറയാം, രസകരമായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഒരാൾ പറഞ്ഞു, ഈ കൊരിന്തിലെ സഭ ഈ റോഡ് സൈഡിലായിരുന്നു. അപ്പോൾ യാത്രക്കാരായ ആൾക്കാരൊക്കെ കൊരിന്തിൽ പള്ളിയിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോവും. അപ്പോൾ അവർ സ്ത്രീകളെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഒരു വ്യാഖ്യാനം. പണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു ബസ് അപകടം നടന്നപ്പോൾ പെട്ടെന്നൊരു നിയമം കൊണ്ടുവന്നു. KSRTC ബസ്സിൽ ഈ സ്ത്രീകൾ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഡ്രൈവർമാർക്ക് ഏകാഗ്രത കിട്ടുന്നില്ല. അതുകൊണ്ട് സ്ത്രീകളെ കുറച്ച് ആൾ പുറകിൽ കൊണ്ടേയിരുത്തി. കുറച്ച് കഴിച്ചപ്പോൾ ആ തീരുമാനം മാറ്റി. കാരണം പിന്നെ വഴിയിൽ പോലും സ്ത്രീകൾക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ, അതാണ് പ്രശ്നമെങ്കിൽ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു വ്യാഖ്യാനമാണ്. ഈ വഴിയെ പോകുന്ന ആൾക്കാരെയാണ് ദൂതന്മാരെന്ന് ഉദ്ദേശിച്ചെന്നൊരു വ്യാഖ്യാനം. പിന്നെ ഈ ദൂതന്മാർ കണ്ട് സ്ത്രീകളെ മോഹിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് വേറൊരു വ്യാഖ്യാനം. അപ്പോൾ അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും മൂടുപടം ഇടണമെന്നല്ലേ അതിൻ്റെ അർത്ഥം? പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഇട്ടാൽ മതിയോ? പോരാ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മുട്ടുവ്യാഖ്യാനങ്ങളൊക്കെ പലതും ഉണ്ടാകും. പക്ഷെ അതൊന്നുമല്ല വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലം. സഭയിൽ എന്ത് നടന്നാലും ദൂതന്മാരതിന് സാക്ഷികളാണ്. ദൈവത്തിൻ്റെ ക്രമപ്രകാരം, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ചിട്ടയായി നടക്കുന്നുണ്ടോ എന്നുള്ളത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനിയും ടു റിസീവ് ഡെഡ് വൺസ് ടു ദ പാരഡൈസ്. ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവിനെ പർദീസയിലേക്ക് സ്വീകരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ലൂക്കോസ് 16:22 നമ്മൾ വായിക്കുന്നതാണ്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാരവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. മരിക്കുമ്പോൾ ദൂതന്മാർ നമുക്ക് എസ്കോട്ടായിട്ട് നമ്മളെ റിസീവ് ചെയ്യല്ലേ, നമ്മുടെ നാട്ടുഭാഷയിൽ പറയാണ് താലപ്പൊലിയായിട്ട് സ്വീകരിക്കുക എന്ന് പറയും. പക്ഷേ ദൈവമക്കളായ നമ്മൾ, രക്ഷിക്കപ്പെട്ടൊരു ദൈവമായി, അവൻ്റെ ശരീരം നിർജീവമാകുമ്പോൾ അവൻ്റെ ആത്മാവിനെ ദൂതന്മാർ എതിരേറ്റ്, ഇവിടെ വായിക്കുകയാണ്, ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാരവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പർദീസയിലേക്ക് കൊണ്ടുപോയി. ദൂതന്മാരെന്ത് ചെയ്യും? നമ്മളെ ആനയിച്ചു കൊണ്ടുപോകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ദൂതന്മാർ അധികാരമുണ്ടോ?
ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഏറ്റവും ആദ്യം വായിച്ച വാക്യവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ദൂതന്മാർ, ഞാനിവിടെ നിർത്തുക കേട്ടോ, നിങ്ങളൊക്കെ കുറച്ച് മടുത്തു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ ഹെവി ആയിപ്പോയോ എന്ന് എനിക്ക് ഇച്ചിരി ഒരു സംശയം. ഇവിടെ ദൂതന്മാർ, ദാനിയേലിൻ്റെ പുസ്തകത്തിലെ റെഫറൻസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ദാനിയേൽ 10:20-21 വാക്യങ്ങൾ. അവിടെ വായിക്കുന്ന എന്താണ്? അതിനവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും. ദാനിയേലിൻ്റെ അടുത്ത് വന്ന മീഖായേൽ പറയുക കേട്ടോ, അല്ല ഗബ്രിയേൽ പറയുക, ഞാൻ പുറപ്പെട്ട ശേഷമോ യവനപ്രഭു വരും. അപ്പോൾ പാർസി പ്രഭു, യവനപ്രഭു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം, നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുന്നവൻ ആരുമില്ല. ദൂതുമായിട്ട് ഗബ്രിയേൽ വന്നപ്പോൾ എതിർത്ത് നിന്ന ഒരാളെക്കുറിച്ച് പറയുകയാണ് പാർസി പ്രഭു, പിന്നെ അതിനുശേഷം യവനപ്രഭു. ഇവിടെ പറയുകയാണ് നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ. ഇതാരാ? ഇത് നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ ദൈവം നിയോഗിച്ചാക്കിയ ദൂതനാണ്. ആര്? മീഖായേൽ, നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ. എന്നാൽ ദൈവത്തെ അറിയാത്ത ജാതികളുടെ മേൽ വാഴുന്ന ശത്രുവിൻ്റെ ചില ദൂതന്മാരുണ്ട്. അവരെ കുറിച്ചാണ് പറയുന്നത് പാർസി പ്രഭു, പിന്നെ യവനപ്രഭു എന്നൊക്കെ പറയുന്നത്. വേറൊരു വാക്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം, നമുക്കെല്ലാം കാണാതെ അറിയാവുന്നൊരു വാക്യമാണ്. എഫേസ്യർ 6:12, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അമ്മായി അമ്മയോടല്ല, മരുമോളോടല്ല, അയൽവക്കക്കാരോടല്ല, പിന്നെ ആരോടാണ്? അടുത്ത വാക്ക് പറയുന്നത് ഇങ്ങനെയാണ്, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുമ്പോൾ അവനൊരു പോരാട്ടത്തിലാണ്. ആരോടാ പോരാടുന്നേ? വാഴ്ചകൾ, നമ്മുടെ ദേശത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ശത്രുവിൻ്റെ വാഴ്ചകളോട്, ശത്രുവിൻ്റെ അധികാരങ്ങളോട്, അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട് നമ്മൾ പോരടിക്കുകയാണ്. ഒരു വാക്യം കൂടെ, ഓക്കെ, നമ്മൾ ആദ്യം വായിച്ചൊരു വാക്യമുണ്ടല്ലോ, കൊലോസ്യർ 1:16, ഏറ്റവും ആദ്യം വായിച്ച വാക്യം എന്താണ് അവിടെ പറയുന്നത്? കൊലോസ്യർ 1:16, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, പിന്നെ അടുത്തത് എന്താ? ഒന്നെടുത്ത് വായിച്ചാട്ടെ. വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ. എന്താണ്? ദൂതന്മാരുടെ ഒരു ശുശ്രൂഷയാണ് ഒരു ദേശത്തിൻ്റെ മേൽ ദൈവം വാഴുവാനായിട്ട്. അതാണ് ദേശാധിപതി എന്നൊക്കെ. ദേശാധിപതി എന്ന് മാനുഷികമായിട്ട് പറയുമ്പോൾ ഭരണാധികാരിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തോ ഉണ്ട്? ഒരു ദൂതൻ്റെ പ്രവൃത്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട്. എന്നാൽ ഒരു കാര്യം കൃത്യമായി ബൈബിൾ പറയുന്നു, അതോ ആ വാക്യോടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ദാനിയേൽ 4:32 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നെബൂഖദ്നേസർ പറയുകയാണ്, ദൈവം നെബൂഖദ്നേസറിനോട് പറയുകയാണ്, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു. ദൈവം ആരാണ്? വാഴുന്നവന് മീതെ വാഴുന്ന ഒരുവനുണ്ട്. അതാരാണ്? അത്യുന്നതനായവൻ. നമ്മൾ ആദ്യം പാടിയതുപോലെ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. നമ്മൾ ചിലപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നേക്കാം. പക്ഷെ ഭാരപ്പെടണ്ട, പേടിക്കണ്ട, ഭയപ്പെടണ്ട. ഉന്നതന് മീതെ ഒരത്യുന്നതനുണ്ട്. അവനെയാണ് നാം ആരാധിക്കുന്നത്, അവനെയാണ് നമ്മൾ സേവിക്കുന്നത്. തിരുവചനത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവം ബൈബിളിലുണ്ട്. ദാവീദ് അബ്ശലോമിനെ പേടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. അബ്ശലോമിന് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ഒരു ബുദ്ധിമാനായ ഒരു മനുഷ്യൻ കൂടെയുണ്ട്. ആരാണ്?
അഹീത്തോഫേൽ. അഹീത്തോഫേൽ ഒരു ഐഡിയ പറഞ്ഞാൽ അത് ഭയങ്കര ഐഡിയ ആണ്. അതിനെ കടന്നു പോകാൻ ആർക്കും കഴിയില്ല. ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, യഹോവേ അഹീത്തോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ. സ്വർഗം എന്ത് ചെയ്തെന്നറിയാമോ? അഹീത്തോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കി. അഹീത്തോഫേൽ ദാവീദിനെ കൊല്ലാൻ, ദാവീദിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരു പ്ലാനും പദ്ധതിയുമായി അബ്ശാലോമിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ ആ ആലോചനയെ വ്യർത്ഥമാക്കിക്കൊണ്ട് ദാവീദിനെ സംരക്ഷിച്ചു നിർത്തിയ, അവൻ്റെ കൂടെയുള്ള ദൈവജനത്തെ സംരക്ഷിച്ച ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. കാരണം വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്. രാജാക്കന്മാർ സിംഹാസനത്തിലൊക്കെ ഇരുന്നേക്കാം, പക്ഷെ അതിനു മീതെ, ഉന്നതനു മീതെ ഒരത്യുന്നതൻ. ഹാമാൻ എത്ര വലിയ കഴുമരം ഒരുക്കിയാലും, എത്ര ഡേറ്റ് തീരുമാനിച്ചാലും, രേഖ എഴുതിയാലും, മുദ്രാമോതിരം കൊണ്ട് മുദ്രയിട്ടാലും, രാജാവിൻ്റെ മുദ്രാമോതിരം കൊണ്ട് മുദ്രയിട്ടാലും അതിനുമീതെ വാഴുന്നൊരു ദൈവമുണ്ട്. ഉന്നതനു മീതെ ഒരത്യുന്നതൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം, ശിരസ്സുകളെ ദൈവസന്നിധിയിൽ നമിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഉന്നതനു മീതെ അത്യുന്നതനായൊരു ദൈവം. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാം. ഞാൻ അവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. എത്ര ഭദ്രമായ, എത്ര ധൈര്യം കിട്ടുന്ന, എത്ര സുരക്ഷിതമായൊരിടമാണ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കയ്യിലേക്ക് എൻ്റെ ജീവിതത്തെ മുറ്റുമായി സമർപ്പിക്കുന്നെന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്, അവൻ്റെ പ്രസൻസ് നമ്മുടെ നടുവിലുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും, ഈ കഞ്ഞിക്കുഴിയിൽ, ഈ സ്ഥലത്ത് നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ നടുവിൽ അവൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ സാന്നിധ്യത്തിനായി നമുക്ക് കർത്താവിനോട് നന്ദി കരയറ്റാം. അവിടുത്തെ സംരക്ഷണത്തിനായി അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.